നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല കോംബോ കേട്ടോ. പരിപ്പ് കറിയും ചീരവറവും പ്രത്യേകതരം കോംബോ. ഞാൻ കറി നന്നായിട്ട് കൂട്ടും. അമ്മ എപ്പം പറയും കഞ്ഞി പോലെയാണ് കുടിക്കുക. കറി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളത് ട്രൈ ചെയ്ത് നോക്കൂ. പരിപ്പ് കറിയും ചീരവറവും കേട്ടോ. നമുക്ക് നല്ലൊരു പച്ചച്ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചീരവറവാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ചീരേൻ്റെ വേരിൻ്റെ ഭാഗമില്ലേ, അവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, എന്നിട്ട് ഇത് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബക്കറ്റിൽ വെള്ളം വെച്ച് വെക്കുന്നുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ ചീര കഴുകാൻ പോകുന്നത്. അപ്പം വെള്ളം നിറയട്ടെ, കുറച്ച് നിറയട്ടെ. നമ്മൾ ചീര എടുത്തിട്ട് നേരെ ഈ വെള്ളമില്ലേ ഇതിലിങ്ങനെ കഴുകുക. മുക്കി നിൽക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് മഞ്ഞളും ഉപ്പും എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഇടാം. എന്താണെന്ന് വെച്ചാൽ ഈ അണുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ നശിക്കും. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുക. നമ്മൾ മഞ്ഞൾ വെള്ളം ഉപ്പിട്ടിട്ട് കഴുകി എന്നിട്ട് ആ വെള്ളം കൂടി ഒന്നുകൂടി ചീരയെടുത്ത് നല്ലോണം കഴുകുക. ഒരു അരമണിക്കൂറിന് മേലെ കേട്ടോ. ഇതെടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിലാണ് ചീര കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചീരവറവാക്കേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്തു, ഉള്ളി എടുത്തു, വെളുത്തുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു, കറിവേപ്പില എടുത്തു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. കുറച്ച് ജീരകം, അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും തക്കാളി പച്ചമുളക് ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം നമ്മളെ ചീര എടുക്കുക. ഇതിലേക്ക് ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, ചീരയെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഫ്രണ്ട്സ്, നമ്മളെ ചീരവറവായി. പരിപ്പ് കറിയും ചീരവറവാണ്.